മീര, 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 മീ May I come in, please? I am busy. Just for 5 minutes. Okay, Kiran. 5 minutes എന്ന് പറഞ്ഞാൽ 5 minutes. I don't have enough time. Please. സത്യത്തിൽ എനിക്ക് അത്ര പോലും സമയമില്ല. ആദ്യം താമസിക്കാനൊരു സ്ഥലം കണ്ടെത്തണം. ഇപ്പോൾ വേറൊരു സെറ്റപ്പിലാണ് താമസം. ഇനി അതങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെയും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു കാറ്, ജീവിക്കാൻ കുറച്ച് കാശ്. മനുഷ്യനായി പിറന്നതിൻ്റെ ദുരിതങ്ങളെ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. വല്ലതും പറയാനുണ്ടെങ്കിൽ യു ബെറ്റർ സേ ഇറ്റ്. അതെ, ഞാനത് പറഞ്ഞു വരികയായിരുന്നു. 2 ദിവസം മുമ്പേ ഞാൻ വരായിരുന്നതാ. അപ്പോഴാണ് നമ്മുടെ ആ ഉണ്ണിയുടെ ഭാര്യ. കഷ്ടമായിപ്പോയി, പാവം. ജോസ് അതിൻ്റെ പിറകെ ആയിരുന്നതുകൊണ്ട് എൻ്റെ ഷെഡ്യൂൾ മുഴുക്കെ തെറ്റി. എൻ്റെ പ്രശ്നങ്ങളും തൻ്റെ സ്കെഡ്യൂളും തമ്മിൽ എന്താ ഒരു ബന്ധം? ബന്ധമുണ്ടല്ലോ. കാരണം എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ജോസാണ് എനിക്ക് കാശ് തരാൻ പോകുന്നത്. ഞാനോ? തനിക്കെന്നെ ശരിക്കറിയാവുന്നതല്ലേ കിരൺ. ദറ്റ് ഇസ് ടു മച്ച് ടു എക്സ്പെക്ട്. അത് പണ്ടത്തെ ജോസല്ലേ. ഇന്നെൻ്റെ മുന്നിലിരിക്കുന്നത് വെറും ഒരു ജോസല്ലേ. ആഹാ, ആ ജോസ് ഞാൻ എന്ത് ചോദിച്ചാലും തരും. തന്നേ മതിയാവൂ. മിസ്റ്റർ കിരൺ, വിൽ യു പ്ലീസ് ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ക്ലിയർ ഔട്ട്? വെറുതെ എൻ്റെ മൂഡ് കളയല്ലേ. നീ എന്തിനാ വെറുതെ ആവേശം കൊള്ളുന്നത് ജോസേ? ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നിന്റെ ഒരു രഹസ്യം ഞാൻ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുറച്ച് ആവശ്യങ്ങൾ നീ സാധിച്ചു തരുന്നു. എ വെരി സിമ്പിൾ ഡീൽ മാൻ. ഏത് രഹസ്യം? അങ്ങനെ പുച്ഛിക്കരുത് ജോസേ. നീ ഞെട്ടോ? ഞാൻ ഞെട്ടിക്കട്ടെ? ഒരു അച്ഛനാകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം മനസ്സിലൊളിപ്പിച്ച് ജീവിക്കുന്നു പാവം എൻ്റെ ജോസ്. ഞെട്ടി. ദേ കണ്ടോ, ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം ജോസേ, ഒക്കെ എനിക്കറിയാം. എന്നാലും നീ ആ പാവം സുമിയെ പറ്റിച്ചത് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയായിപ്പോയി. അതൊക്കെ പോട്ടെ. ഒത്തിരി സ്വാർത്ഥതയൊക്കെ കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ദൈവങ്ങളായില്ലേ? അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. ഒരിത്തിരി സ്വാർത്ഥത. തൽക്കാലം നിന്ന് പിഴയ്ക്കാൻ കുറച്ച് $. അതെല്ലാം ജോസിന് പുല്ലായിരിക്കും. അപ്പോഴേക്കും വിയർത്തു. ഇതാ ഞാൻ പറഞ്ഞത്. ഞാനിത് ആരോടും പറയില്ല. എനിക്കതുകൊണ്ട് എന്താ ഗുണം? പറയാതിരുന്നാലല്ലേ എനിക്ക് ഗുണമുള്ളത്. ഇറ്റ്സ് ഓക്കെ, അബ്സല്യൂട്ട്ലി ഓക്കെ. തൽക്കാലം ഒരു $30,000 കിട്ടിയാൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കും. അത്രയും മതി. പക്ഷേ നാളെ രാവിലെ തന്നെ അത് വേണം. ഞാൻ പറഞ്ഞില്ലേ, എത്രയും വേഗം കിടപ്പാടം കണ്ടുപിടിക്കണം. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ആൻസി ഇതറിഞ്ഞാൽ എന്തൊരു പുകിലായിരിക്കും. ബീനക്കുട്ടി അറിഞ്ഞാലോ? എൻ്റെ ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങോട്ടൊന്നും പോണ്ട നമുക്ക്. ജസ്റ്റ് $30,000. നമ്മൾ ഈ ഇടപാടങ്ങ് തീരട്ടെ. ഞെട്ടുമെന്ന് പറഞ്ഞത് അറം പറ്റിയതുപോലെ ആയിപ്പോയല്ലേ? ഇന്ന് വേണ്ട, നാളെ രാവിലെ ഒരു 10 മണിക്കകം എന്നതാ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എൻ്റെ കാർഡല്ല, വേറൊരുത്തൻ്റെയാ. എനിവേ യു ക്യാൻ ഗെറ്റ് മീ ഇൻ ദിസ് നമ്പർ. ജോസ് വിളിക്കണം, വിളിക്കണം, വിളിക്കും. എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ.
അപ്പൊ ശരി. അയ്യോ, 5 മിനിറ്റ് കഴിഞ്ഞു പോയി. സോറി, പൊയ്ക്കോട്ടെ. അപ്പൊ നാളെ 10 മണിക്ക്. എന്താ ചായ പതിവില്ലാതെ ഈ വഴിക്ക്? എന്താ ചായ? നീ പറയാതെ അവൻ അറിയില്ല. എനിക്കറിയണം. പറ, എന്തിനായി ചെയ്തത്? ഞാൻ ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാമോ? ഇതുവരെ കെട്ടിപ്പൊക്കിയത്, സ്വപ്നം കണ്ടത്, നമ്മുടെ മോള് എല്ലാം തകരും ഇതോടെ. ആൻസിയോട് ഞാൻ എന്ത് പറയും? She can't take it. I know she can't take it. എങ്ങനെയാ ചായ അയാളോട് ഞാൻ പറയുന്നത്? എനിക്ക് അയാളെ പരിചയം പോലും ഇല്ലല്ലോ. ഇവിടെ നമുക്കറിയാവുന്ന വേറെ ആരോടെങ്കിലും നീ ഇത് പറഞ്ഞോ? ആരോടാ? ടെൽ മീ. അന്ന? ഓ, ഭയങ്കരം. ഒന്നും മനഃപൂർവ്വമല്ല. അറിയാതൊരു ദിവസം ഒരു വാക്ക് എന്റെ വായിന്ന് വീണുപോയി. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് കാനഡയിൽ വെച്ച് തന്നെ അന്നയ്ക്കറിയാമായിരുന്നു. നാട്ടിൽ നിന്ന് ബീനെ കൊണ്ടുവന്നതാണെന്നും ഒരു ദിവസം ബീനയുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ. മിണ്ടരുത്, മിണ്ടരുത്. ഇതിലും ഭേദം നിനക്കെന്നെ കൊല്ലായിരുന്നു. ഒരു തെറ്റ് ഞാൻ നിന്നോട് ചെയ്തു, പക്ഷെ അതിന് ഇത്ര വലിയ ശിക്ഷ വേണമായിരുന്നു സുമി? അറിഞ്ഞുകൊണ്ടല്ലേ ചേ, അന്നെ ഇതാരോട് പറയില്ലെന്ന് എനിക്ക് വാക്ക് തന്നതാ. വാക്ക്? അങ്ങനെ ഒരു വാക്ക് നീ എനിക്ക് തന്നാണ്, ഓർക്കുന്നോ? ഇതിവിടെ കൊണ്ടും തീരില്ല. അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിയുന്നത് ഞാൻ ശ്രമിക്കാം. അവന്റെ മുമ്പിൽ തോറ്റുകൊടുക്കാം, സാരമില്ല. പക്ഷെ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ട നിനക്ക് മാപ്പില്ല സുമി. നോ. ആഹാ, അമ്മ എത്തിയോ? കഷ്ടമായി കേട്ടോ. വിജയത ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. എന്തു പറ്റിയമ്മേ? തലവേനയുണ്ടോ? എന്നാ അമ്മ റെസ്റ്റേ, ഞാൻ ബാമ്പ് ഉരുട്ടിത്തരാം. അതെ, ഈ നൈറ്റ് ഷിഫ്റ്റ് പരിപാടി ആദ്യം അവസാനിപ്പിക്കണം. ഇതിനു മുമ്പ് ഈ തലവേനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വിജയും അത് തന്നെ പറയുന്നേ. ആദ്യം കുറഞ്ഞോളെ വരുമാനമൊക്കെ മതി, നമുക്ക് മാനേജ് ചെയ്യാം. വിജയന്റെ അമ്മ ഇതുവരെ വിളിച്ചില്ലേ? ഇല്ല. വിളിച്ചില്ലെന്ന് വിജയ് പറഞ്ഞു. എന്താ വിളിക്കാഞ്ഞേ? വിളിച്ചില്ല, അത്ര തന്നെ. വിജയന്റെ അമ്മ അതുകൊണ്ട് ടെൻഷനില്ല. അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അമ്മ അത് മറന്നുപോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. എന്താ പറ്റിയേ? കുറച്ച് കഴിയട്ടെ. എന്താ അമ്മേ? തിരക്കൊന്നുമില്ലല്ലോ. വിജയന്റെ അമ്മയ്ക്ക് തിരക്കുണ്ട്, അതാ പ്രശ്നം. അമ്മ ഒന്ന് വിളിച്ചേ, ഞാൻ ഡയൽ ചെയ്ത് തരാം. വേണ്ട, നീ ഇപ്പൊ ആരെയും വിളിക്കണ്ട. കുറച്ച് കഴിയട്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ കല്യാണം കഴിക്കാതെ ഇവിടെ ശ്വാസം മുട്ടി കഴിയുന്നല്ലോ, ആണോ? എന്റെ അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഒക്കെ അമ്മ സമ്മതിച്ചല്ലേ, പിന്നെന്താ? എന്താ അമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ബീന എന്റെ മോളാണെന്ന് അറിയാതൊരിക്കൽ ഞാൻ അന്നയോട് പറഞ്ഞു. അതേപടി ഇച്ചായനെ അറിഞ്ഞു. അമ്മേ, ഇങ്ങനൊരു പെങ്ങളും മോളുമില്ലെന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ പോയത്. ആ നേരത്തെ തന്നെ വേണോ നിന്റെ ഫോൺ വിളി? എങ്ങനോ അറിയാതെ പറ്റിപ്പോയത് അമ്മേ. സാരമില്ലമ്മേ. പോട്ടെ പോട്ടെ, അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ദേ, ഞാൻ പോകുന്നു. ജോസെ പ്ലീസ്, കുറച്ചു നേരം കൂടി ഇരിക്കും. എന്തിന്? അവള് വരും. വരാതെ എവിടെ പോകാനാ ജോസെ? ഹെൽ വിത്ത് യു. ജോസ് പോരുത്, ഒരു നിമിഷത്തേക്ക് നിൽക്ക്. ജോസിന് ഇത് വായിച്ചു നോക്ക്.
എന്തായത്? DC ഫെർട്ടിലിറ്റി ക്ലിനിക്. ഈ റിസൾട്ട് കണ്ടില്ലേ? എന്റെ കുഞ്ഞായിരുന്നു അല്ല ജോസ്. മീര എന്തിനാ ഇങ്ങനെ ഒരു DNA ടെസ്റ്റ് നടത്തിയത്? ഞാൻ ആവശ്യപ്പെട്ടിട്ട് എനിക്ക് ബോധ്യപ്പെടാൻ. സാരമില്ല, നീ കരയാതെ. നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമോ ജോസ്? ശ്രമിക്കാം, നമുക്ക് ശ്രമിക്കാം ഉണ്ണി. എന്തായി ജോസ്, ഉണ്ണിക്ക് എങ്ങനെയുണ്ട്? എന്താ പറയാ, ഹീസ് ടോട്ടലി ഷാറ്റർഡ്. ഇറ്റ്സ് ഓക്കെ. അല്ല, മീരയെക്കുറിച്ച് എന്തെങ്കിലും ഹിന്റ് കിട്ടിയോ? ഐ മീൻ, അവൾ എങ്ങോട്ടാ പോയതെന്ന്? അറിയില്ല. മീര എഴുതി വെച്ച കത്തിൽ ഒരു സൂചനയില്ല. 1-2 ആൾക്കാർ എനിക്കിപ്പോൾ ഫോൺ ചെയ്തിരുന്നു. അവരുടെയൊക്കെ സംശയം മീര സൂയിസൈഡിന് എന്തെങ്കിലും ശ്രമിക്കുമെന്നാണ്. ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാലോ ആൻസി, ബട്ട് ഐ എം ഷുവർ മീര ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. പാവം ഉണ്ണിയുടെ കാര്യമാണ് ഇനി കഷ്ടം. മദ്യപിച്ച് വഴക്കുകൂടുമായിരുന്നെങ്കിലും മീര അവന് ജീവനായിരുന്നു. ഒരു കൂട്ടില്ലാതെ ജീവിക്കാൻ ഉണ്ണിക്ക് ഒരിക്കലും കഴിയില്ല. ഇനിയിപ്പോൾ ഉണ്ണിയുടെ കാര്യം ഓർത്ത് ജോസ് കൂടുതൽ വിഷമിക്കണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇത്രേ ഉള്ളൂ ഒരു കുടുംബജീവിതം. ഒന്ന് ബാലൻസ് തെറ്റിയാൽ ചിലപ്പോൾ അതോടെ തീരുമെല്ലാം. ജോസ് പോയി കിടക്ക്. ഇനി കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. എ വേസ്റ്റ് എക്സസൈസ്. ഗെറ്റ് മീ എ ഡ്രിങ്ക് ആൻഡ് സീ പ്ലീസ്. Stupid. Whole stupid. കിരൺ, ആ ജോസ് ഇപ്പോൾ വരേണ്ടതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇങ്ങെത്തി. ആസ് യൂഷ്വൽ പങ്ക്ച്വൽ. സത്യത്തിൽ ഇത്ര നേരത്തെ എണീക്കുന്ന പതിവെനിക്കില്ല. 10 മണിക്ക് കാണാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ജോസ് ഇന്നലെ രാത്രി തന്നെ വിളിച്ചു. ജോസ് വിളിക്കും, എനിക്കറിയാം ജോസിൻ്റെ ടെൻഷൻ. ഷാൽ വി ഗോ ടു എ ബാർ? നോ. അല്ല, ജോസ് കുടിക്കില്ലേ? ചിലപ്പോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ലാത്ത ഓരോ നിയമങ്ങളെ, പൊതുസ്ഥലത്ത് വലിക്കരുത്, തുപ്പരുത്, കുടിക്കരുത്, എന്നിട്ട് ഇതൊക്കെ ഏതെങ്കിലും ഒരുത്തം പാലിക്കുന്നുണ്ടോ? അതുമില്ല. 10 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതാ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞത്. അതെനിക്ക് ഊഹിക്കാം. അതൊന്നും സാരമില്ല ജോസേ. ഏതായാലും ഇന്നെനിക്ക് 2 മണിക്കൂർ കൂടുതൽ കിട്ടി. അതുകൊണ്ട് നല്ലൊരു പ്രഭാതം കാണാൻ പറ്റി. പണം ഞാൻ തരാം. ഇപ്പോൾ നീ എത്ര ചോദിക്കുന്നു അത്രയും. ജോസ് തെറ്റിദ്ധരിക്കരുത്, എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. 30,000 മതി. ഒരു ഓൾട്ടർനേറ്റീവിനെ പറ്റി ഞാൻ ഇന്നലെ ഒരുപാട് ആലോചിച്ചു. എന്നിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ആലോചിച്ചു നോക്കിയപ്പോൾ ഇതാ ചീപ്പർ. അല്ലെങ്കിൽ ഈ രഹസ്യം നിനക്കറിയാവുന്ന സ്ഥിതിക്ക് ഇനി നീ മരിക്കണം. അതിന് ഞാൻ വേറെ ആളുകളെ ഹയർ ചെയ്യണം. അവർക്ക് നല്ലൊരു തുക കൊടുക്കണം. പിന്നെ അതേതെങ്കിലും രീതിയിൽ ഒരു ഇഷ്യൂ ആയാൽ അതിൻ്റെ പ്രോബ്ലംസ് വേറെ. ഓ, വെറുതെ ഇതെല്ലാം കോംപ്ലിക്കേഷൻസ് ആണല്ലേ കിരൺ? അതെ, അതിൻ്റെയൊക്കെ വല്ല ആവശ്യം. ഇതൊരു ചെറിയ കാര്യമല്ലേ? അതെ, ചെറിയ കാര്യം തന്നെ. പക്ഷേ ഈ കാര്യം ഇനി നീ പറഞ്ഞ് വേറൊരാൾ അറിയരുത്. ഇതുപോലുള്ള ആവശ്യങ്ങളുമായി നീ എൻ്റെ മുന്നിൽ വരരുത്. ഇല്ല, ഈ ഒരൊറ്റ പ്രാവശ്യം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രോബ്ലംസ്. വാട്ട്സോ എവർ.
ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ എനിക്ക് വേറെ ഓപ്ഷൻ കാണില്ല. എന്നെക്കുറിച്ചൊക്കെ നിനക്കറിയാലോ. ഓ, എനിക്ക് മനസ്സിലായി. ഗുഡ്. ഫോർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. ഓക്കെ? ഓക്കെ, ഞാൻ എണ്ണി നോക്കുന്നില്ല. കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. ജോസിന് എനിക്ക് വിശ്വാസമാണ്. തൽക്കാലം നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാം, 101% വിശ്വസിക്കാം. ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ആ, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമായത്. അറിഞ്ഞോ അറിയാതെയോ ഒരു കുഞ്ഞിനും മണത്തുപോലും നോക്കാൻ പറ്റില്ല. എന്തിനാ വിഷമിക്കുന്നത്? ധൈര്യമായിട്ട് പോയിക്കോളൂ. മീറ്റിങ്ങിന് വൈകണ്ട. ആ, ഓക്കെ. അമ്മ ഇത് എന്ത് കിടപ്പാ? പെട്ടെന്ന് എണീറ്റ് റെഡിയായേ, ഓഫീസിൽ പോണ്ടേ? ഞാൻ ഇന്ന് പോകുന്നില്ല. പോവാതെ പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന് വിഷമിക്കാനോ? അതിനേതായാലും ഞാൻ സമ്മതിക്കില്ല. അമ്മ എണീറ്റേ. അപ്പാപ്പനോട് ഞാൻ സംസാരിക്കാൻ പോരെ? ഞാൻ പറഞ്ഞ അപ്പാപ്പ കേക്കും. അമ്മ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ, പിന്നെന്താ? എന്നാലും നന്ദികേടല്ലേ ഞാൻ കാണിച്ചത്? കുറച്ചു നാളായി ഞാനിത് കേൾക്കുന്നു. ആരാ നന്ദികേട് കാണിച്ചത്? അമ്മയോ അതോ അപ്പാപ്പനോ? ബിന്ദു, ഈ വയസ്സുകാലത്ത് ഇവിടെ കൊണ്ടുവന്ന് അമ്മയെ കഷ്ടപ്പെടുത്തുന്നതിനാണോ അമ്മ സപ്പോർട്ട് ചെയ്യുന്നത്? അതോ എന്റെ ഭാവി ഓർത്തോ? എന്തൊക്കെയായാലും ഒരു വലിയ തെറ്റ് തന്നെയാ അപ്പാപ്പൻ ചെയ്തത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അന്നേന്റെയോ അമ്മ ഇനി ഇത് അന്നേന്റെ കൂടെ അറിയിക്കണ്ട. പെട്ടെന്ന് ഫ്രഷ് ആവും. സുമി എന്തേടി? നീ എന്താ വല്ലാതെ? അപ്പാപ്പൻ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പാപ്പൻ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ കേട്ടില്ലേ? അറിയാതൊരു വാക്ക് അമ്മയുടെ വായിന്ന് വീണുപോയി. അതിന് ഇത്രമാത്രം കരുവിക്കാനുണ്ടോ? ഇന്നലെ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ല. അറിയോ അപ്പാപ്പന്? അതെ, ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഐ എം സോറി മോളെ, റിയലി സോറി. അതെന്നോടല്ല പറയേണ്ടത്. ഇന്ന് ഓഫീസിൽ കൂടി പോകുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ അതേ മുറി കയറി കിടപ്പുണ്ട്. അപ്പാപ്പ, അമ്മയടക്കം എല്ലാരും പറഞ്ഞിട്ടും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നാലിപ്പോ എനിക്കത് തോന്നുന്നു. യു ആർ സെൽഫിഷ്. എന്റെ അമ്മയുടെ മനസ്സ് കാണാൻ അപ്പാപ്പന് ഒരിക്കലും പറ്റില്ല. യു ആർ ബോൺ സെൽഫിഷ്. ഇച്ചായൻ എപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. ഇരിക്കെ. നീ ഇന്ന് ഓഫീസിൽ പോണില്ലെന്ന് ബിന്ദു പറഞ്ഞു. വേഗം റെഡിയാവും, ഞാൻ നിന്നെ ഓഫീസിലാക്കാം. എന്തായി? അയാളെ കണ്ടോ? തൽക്കാലത്തേക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഞാനത് സെറ്റിൽ ചെയ്തു. ഓ, ആശ്വാസമല്ല. ഞാൻ എന്തൊക്കെ പേടിച്ചു. എന്റെ മോളെ, നീ അത് മറന്നേക്കേ. ഇന്നലെ നടന്നതും അതേ തുടർന്ന് ഞാൻ സംസാരിച്ചതും ഒക്കെ ഞാൻ പറഞ്ഞ ഒരു വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കും. പെട്ടെന്നൊരു ഇമ്പൾസിൽ ഐ ലോസ്റ്റ് മൈസെൽഫ്. സാരമില്ല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എനിക്കൊന്നുമില്ല. ഈ നിന്നെയാണല്ലോടി ഞാൻ വിഷമിപ്പിച്ചത്. ഇത്രയും കാലം ഞാൻ ചെയ്തതും അത് തന്നെ. നിനക്ക് എങ്ങനെയാ എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നത്? എന്റെ ബീനുമോളെ നോക്കിയില്ലേ? അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ലേ? എനിക്കത് മതി. സുമി മോളെ, റോയിയെയും സോഫിയെയും വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. ഓരോരോ പ്രോബ്ലംസ്. റോയ് ചായ കുടിക്കേ. ഇപ്പൊ റോയ് ഇവിടെ വന്നിട്ട് 4-5 മാസമായി അല്ലേ? യെസ്. എന്ത് തോന്നുന്നു ഇപ്പോ? യു ലൈക്ക് ദിസ് പ്ലേസ്? കുഴപ്പമില്ല. അതൊരു വേഗ ആൻസർ ആണല്ലോ. ഇപ്പോൾ ഇവിടെ സിറ്റുവേഷനൊക്കെ ഒരുപാട് മാറി.
ഞാനിവിടെ വരുന്ന സമയത്ത് ഇന്ത്യൻസിന് ഇവിടെ 2 സ്ഥലത്തെ ജോലി ചെയ്യാൻ പറ്റൂ. ഇന്ത്യൻ എംബസിയും താജ് ഹോട്ടലും. ഹോട്ടലിൽ ഞാനും ജോലി ചെയ്തിട്ടുണ്ട് 5-6 മാസം. ഇവിടെയുള്ള ഫസ്റ്റ് ജനറേഷൻ മലയാളീസ് അധികവും അത്തരം ഹമ്പിൾ ബിഗിനേഴ്സാണ്. ഇപ്പോൾ സിറ്റുവേഷനൊക്കെ എത്രയോ മാറി. UN-ൽ നമ്പർ 2 വരെ ഇപ്പോൾ മലയാളിയാ. കേട്ടിട്ടില്ലേ? ഇല്ല. ദാറ്റ്സ് ഗുഡ്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. റോയി ഇവിടെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു അല്ലേ? ആര് പറഞ്ഞു? അതിപ്പോൾ ആരെങ്കിലും പറയണോ? യു ആർ ട്രൈയിങ് ഫോർ എ ജോബ് അല്ലേ? ഏയ്, അതൊന്നും എനിക്ക് ശരിയാവില്ല. അതുകൊണ്ടാ. പിന്നെ ഇവിടുത്തെ വർക്ക് കൾച്ചർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊക്കെ വേണ്ടെന്ന് വെച്ചത്. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു 5-6 സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. ചിലത് ക്ലിക്ക് ചെയ്യും, ചിലത് ക്ലിക്ക് ചെയ്യില്ല. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. ഒരു ഇൻ്റർവ്യൂ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡെങ്കിലും കാണാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാനൊരു ഇൻ്റർവ്യൂവിലും തോറ്റിട്ടില്ല. എല്ലാവരും നിങ്ങളെപ്പോലെ ആവണമെന്നില്ലല്ലോ. അതില്ല. ജോലി വേണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ റോയുടെ പ്ലാൻ? എന്തെങ്കിലും ചെയ്യണം, ആലോചിക്കണം. ഇവിടെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസണായിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. റോയ്ക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തോ ദാറ്റ് യു ആർ എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ? ആ, അത് വെറുതെയാ. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ജനറൽ ടോക്കാണ്. ടെക്നിക്കലി യെസ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്ര കാലത്തിനിടയിൽ എനിക്കിവിടെ ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് ഒരു ബാഡ് എക്സ്പീരിയൻസസും ഉണ്ടായിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് സക്സീഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. അത്രമാത്രം. ഇവിടെ എത്തും മുമ്പ് ഞാൻ പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഇൻ്റർഫിയറൻസും ഇല്ലാതെ ഫ്രീ ആയി ജോലി ചെയ്യാൻ പറ്റുന്ന രാജ്യം അമേരിക്കയാണെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആരുടെ ഔദാര്യത്തിൻ്റെ പേരിൽ എനിക്ക് ജോലി വേണ്ട. അത് ഞാൻ തീരുമാനിച്ചു. ഏയ്, യു ഹാവ് മിസ്അണ്ടർസ്റ്റുഡ് മീ. ഞാൻ പറഞ്ഞില്ലേ, റോയിയുടെ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഇവിടെ ജോലി ഒരു പ്രോബ്ലമേ അല്ല. നീ എന്താ ഇപ്പോഴും ഓഫീസ് ഡ്രസ്സിൽ? എനിക്ക് പുറത്തു പോകണം. നീ ഇപ്പോൾ പുറത്തുനിന്ന് വന്നല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ടാ? ഐ നീഡ് ടു ഗോ ഔട്ട്. ഇനി ഇത്ര വൈകി എങ്ങും പോണ്ട. വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. വാക്കി രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. ഏയ്, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഐ ഓർഡറിംഗ് മീ? അതെ, നിന്റെ ഭർത്താവാണ് ഞാൻ. കൊള്ളാലോ. ഭർത്താവെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന ആൾ, ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കാൻ ഒരാൾ, വിതൗട്ട് എനി ഒപ്പീനിയൻ. അങ്ങനെയാണോ? അതെ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ. ഇത് നിങ്ങളുടെ നാടല്ല. ഐ എം നോട്ട് സ്ലേവ് ടു എനിബഡി. റോയ്ക്ക് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യാൻ എനിക്കറിയില്ല. യു നോ ഇറ്റ്. ഐ എം സോറി റോയ്, മമ്മി ടയർഡാണ്. വൈ ഡോണ്ട് യു ഓർഡർ സംതിങ് ഫ്രം ദ ഇന്ത്യൻ റെസ്റ്റോറന്റ്? അതാ നല്ലത്. നീ എങ്ങോട്ടാ പോകുന്നതെന്നാ ഞാൻ ചോദിച്ചത്. ഒരു ഫ്രണ്ടിനെ കാണാൻ. ആണോ പെണ്ണോ? ആൻസർ മീ. ആണ്. ആർ യു ഹാപ്പി? ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ബൈ മോം. मेरा जीवन Excuse me? Yes, sir. One more thing. Repeat. Okay, sir. Okay. मेरा जीवन कोरा कागज हो. സോഫിയല്ലേ അത്? അവളെന്ത് ഇവിടെ? I don't know, Kevin. I'm trying to figure it out. What's wrong? Things don't look like falling into place. I'm fed up. Fed up like anything. I don't see a future. It is so tough. സോഫി, നീ എന്താ ഇവിടെ? ആരാ ഇവൻ? Hey, she has a husband, you know that? Uncle, What's your problem? ആഹാ. please uncle, leave me alone. എനിക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ പ്രോബ്ലംസ് ഉണ്ട്. ഇനി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിന്റെ അടുത്തല്ലേ പറയേണ്ടത്. ഇവൻ ആരാ നിന്റെ? Do you know him? ആഹാ. Yes, I do. Hey, you don't interfere in our talks, okay? Please uncle. മോളെ സോഫി, തെറ്റായത്. എന്റെ ജീവിതം കണ്ടോ? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇങ്ങനൊരു ഗതി ആർക്കും വരരുത്. അതുകൊണ്ടാ നമുക്ക് പിന്നെ പറയുന്നത്. സംസാരിക്കാം അങ്കിൾ.
ഇതല്ല അതിന് പറ്റിയ സമയവും സ്ഥലവും. സത്യം, ഇങ്ങനൊരു സ്ഥലത്ത് ഇതുപോലൊരു സമയത്താ നീ ഇപ്പൊ ഇരിക്കുന്നത്. അത് മറക്കരുത്. പ്ലീസ് അങ്കിൾ. ഓക്കെ ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ നശിച്ചോ, നിന്റെ ജീവിതം പോട്ടെ. അങ്ങനെ തന്നെയാ വേണ്ടത്. ഗുഡ് ലക്ക്, നാശത്തിലേക്കുള്ള ഗുഡ് ലക്ക്. Excuse me, your drink is here. ആ കീപ് ഇറ്റ് ദേർ, ഐ ആം കമ്മിങ്. എന്റെ ഡ്രിങ്ക് വന്നു, എനിക്ക് പോവാം. അപ്പൊ എൻജോയ് ചെയ്തോളൂ സോഫി. എല്ലാവരും നശിക്കട്ടെ. ഗുഡ് ലക്ക്, നാശത്തിലേക്കുള്ള ഗുഡ് ലക്ക്. What did he say? Don't worry about it.